ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഭീതിയിലാണ് തമിഴ്നാട്. ഇന്ന് വൈകിട്ടോടെ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് പ്രവചനം. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ ചെന്നൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. റെയിൽവേ ട്രാക്കിലും വെള്ളം കയറി. താമ്പരം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ചെന്നൈ സെൻട്രലിലേക്കുള്ള ട്രെയിനുകൾ വൈകുകയാണ്. കെ.വി. ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, വെള്ളം മൂടിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നഗരത്തിന്റെ സ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? നഗരത്തിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അതുപോലെ തന്നെ രാവിലെയും മഴയുണ്ടായിരുന്നു. പക്ഷെ മഴയ്ക്ക് ചെറിയ ഒരു ശമനം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഇടവിട്ടാണ് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. ഏതായാലും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ചെന്നൈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. 7 സബ്വേകൾ അടച്ചു. അതുപോലെ തന്നെ പ്രധാന റോഡുകളിലെല്ലാം തന്നെ വെള്ളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം അല്പം മന്ദഗതിയിലാണ് നഗരപ്രദേശങ്ങളെ നോക്കിയാൽ. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങുന്ന ഒരു സ്ഥിതിഗതികളുണ്ട്. തമിഴ്നാട് ചെന്നൈ കോർപ്പറേഷൻ്റെ ഒരു കണക്കെടുത്താൽ 132 ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പലയിടത്തും മരം വീണിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം പരിഹരിക്കാനുള്ള നടപടികൾ അവിടെ കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ചെന്നൈ കോർപ്പറേഷൻ അറിയിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് എപ്പോൾ കരതൊടും എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് മഹാബലിപുരത്തിനും പുതുച്ചേരിക്കും അല്ലെങ്കിൽ കാരയ്ക്കലിനും ഇടയിൽ കരതൊടും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവരുടെ അറിയിപ്പ് ഇതുവരെ മാറ്റിയിട്ടില്ല. പക്ഷേ ചില ആളുകൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ നൽകുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ അത് വൈകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എത്രത്തോളം വൈകും തോറും അത്രത്തോളം മഴയ്ക്ക് ഉള്ള സാധ്യതയും കൂടുതലാണ്. ഒരുപക്ഷെ ഇത് കര തൊട്ടാൽ കൂടുതൽ സമയം ആ ഭാഗത്തുനിന്ന് നീങ്ങാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായാൽ കൂടുതൽ മഴ പെയ്യുന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കും. അതൊരു പക്ഷേ വെള്ളപ്പൊക്കത്തിന് ഉണ്ടാക്കാനുള്ള സാധ്യതകളിലേക്കൊക്കെ പോകും. ഏതായാലും നിലവിലുള്ള അറിയിപ്പനുസരിച്ച് ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഇത് കരതൊടും, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കരതൊടും എന്നാണ് അറിയിട്ടുള്ളത്. ഏതായാലും